അമ്മേ മൂകാംബികയെ സർവ്വ ഐശ്വര്യങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണേ. ദേവി ഒരുപാട് മണിയടിക്കണ്ട, സമയം എത്രയായിന്നറിയോ? ദേവി, ആഗ്രഹിച്ചതുപോലെ നീ എനിക്ക് ഇന്ദൂട്ടിയ ഭാര്യയെ തന്നു. ഞാൻ ഭാഗ്യവാനാണ്. വേണ്ട വേണ്ട, മണിയടി ഇങ്ങോട്ട് വേണ്ട. പക്ഷേ പക്വതയും പാകതയും തീരെ പോരാ. എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതാ. കോളേജ് അധ്യാപികയെ ചാർജ് എടുത്ത് അധികമായിട്ടില്ലാത്തതിന്റെ വെപ്രോളും പരവേശവും ഒന്നും ഇനിയും മാറിയിട്ടില്ല. അതൊന്നും മാറ്റി കൊടുക്കണേ ദേവി. പാന്റും ഷർട്ടും എടുത്തു വെച്ചിരിക്കണു. കൊഞ്ചാതെ വേഗം ചെന്ന് ഡ്രസ് ചെയ്യുന്നേട്ടാ. ഇന്ദൂട്ടിക്കും കൂടി വേണ്ടിയാ ദേവി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ദൂട്ടി, ഇതാണോ പാന്റും ഷർട്ടും? ആ, അത് മതി. മതി നന്ദേട്ടാ, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈടെ തന്നെ സൗന്ദര്യബോധം തീരെ പോരാ. ഡ്രസ് സെലക്ഷൻ ഒക്കെ വെരി പുവർ. ഇതാ നോക്കി, ഇത് മാച്ച് ആവുമോ? ഇത്രയും മാച്ചിങ് മതി. പഴയതുപോലെ ചെത്തിമിനിക്ക് നടന്നാലേ. ഓ, യു ആർ സോ സെൽഫിഷ്. ഞാനിപ്പോ ഇത്തിരി സെൽഫിഷാ. ഞാനൊരു ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നില്ല. നിനക്ക് അസൂയുണ്ടല്ലേ? ആ, ഉണ്ട്. കൊറേ ഇങ്ങനെ പറന്ന് നടന്നതല്ലേ. ഇനി എന്റെ മുനി കൊമ്പിലിരുന്ന് ഇത്തിരി റെസ്റ്റ് എടുക്ക്. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്ന് കാരണവന്മാര് പറയുന്നത് എത്ര ശരിയാന്ന് ഇപ്പോഴാ ബോധ്യമായത്. മതി മതി, കണ്ണ് മാത്രമല്ല നിങ്ങളുടെയൊക്കെ കയ്യും കാലും കെട്ടിയിടണം. വാ വാ. ഇന്ദുട്ടിയെ, നിന്റെ ചുമട്ടുമണി നിർത്താറായില്ലേ? ഉച്ചക്ക് പിന്നെ എന്ത് ചെയ്യും? വായി ഭക്ഷിക്കൂ. ഞാൻ ഈ ബുക്ക് ചുമടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? അതിന് ചുമടുമായിട്ട് വരുന്ന ചില പുസ്തക പുഴുക്കൾ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഉണ്ടാവില്ലേ? അതിന്ന് പറഞ്ഞ എടുക്കുക, ലെക്ചർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വേണ്ട, എനിക്ക് ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട. കോൺവെന്റിലെ ശിക്ഷണത്തിന്റെ ദൂഷ്യം. ആ ദൂഷ്യം ഞാൻ സഹിച്ചു. ഓ, ഇതാര് കല്യാണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ബെല്ലടിക്കാഞ്ഞേ? ഒളിഞ്ഞെന്ന് കേൾക്കണ ശീലം അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ, ഞാൻ കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണേ ഇല്ല. അല്ല, എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്ന് അറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ? ലേറ്റ് ആകുന്ന് ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിക്കണോ, വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്ദേട്ടനാ കല്യാണിക്ക് വളം വെച്ചു കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലേ തലേ കയറി ചെവി തിന്നും. ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ടറിയാലോ. എന്ന് കരുതി പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങര കണ്ടില്ലേ? ഒരൊറ്റ കുത്തു വെച്ചു കൊടുക്കാൻ തോന്നും. ചിരിക്കണ്ട. ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്ദേട്ടനില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിൻ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ ആം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ, രാവിലെ വെറുതെ ചൂടാവണ്ട. വാക്കാറ് എങ്ങനെയുണ്ട്? നല്ല ഫിലിംസാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. മാഷേ, ചിരി നല്ല കാസ്കറ്റ് കൊണ്ടുകൂടെ? ഇതില് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ. നല്ല ഇടിയുള്ള പടം എടുത്തൂടെ? ആ അച്ചായന്റെ. ഏത് അച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ, ജാക്കി ചാൻ. അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായിയമ്മയും മരുമോളും തമ്മില്. അതായാലോ? പരദൂഷണം പറയാനാ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ, ഞാൻ വേണ്ട, ഒന്നും വിസ്തരിക്കണ്ട. എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ എനിക്ക് സൂഹിക്കാനാ. അതിനാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ചിട്ടിക്കാരൻ വർക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. കൊണ്ടാടിയുണ്ട്.